നിങ്ങൾ വീഞ്ഞു കുടിച്ച് ഉന്മത്തരാകരുത്, പകരം പരിശുദ്ധാത്മാവിനാൽ പൂരിതരാകുവിൻ എന്ന് പൗലോസ്ലേഹ നമ്മെ പഠിപ്പിച്ചു. കള്ളുകുടിച്ചും അനേകരെ കുടിപ്പിച്ചും നടന്നിരുന്ന ഒരു മനുഷ്യൻ പരിശുദ്ധാത്മാവിനാൽ പൂരിതനായപ്പോൾ ആ അനുഭവം അനേകർക്ക് പങ്കുവെച്ചു കൊടുക്കുന്ന ഒരു സുവിശേഷ പ്രഘോഷകനായി മാറി. ഇന്ന് തീപിടിച്ചവരിൽ നമ്മൾ കേൾക്കുന്നത് ഒരു ചെത്തുകാരൻ്റെ കഥയാണ്. ഒരു സാക്ഷാൽ ചെത്തുകാരൻ രവി തോമസ്, പാല രാമപുരം സ്വദേശി. ബ്രദറെ, സ്വാഗതം. അങ്ങൊരു ചെത്തുകാരനായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. എങ്ങനെയാണ് ചെത്തുകാരനിൽ നിന്ന് സുവിശേഷ പ്രഘോഷകനിലേക്കുള്ള ആ യാത്ര, അതെങ്ങനെയാണ് ആരംഭിച്ചത്? ഞങ്ങളുടെ പാരമ്പര്യമായിട്ട് ചെത്തൊഴിലാളികളാണ്. എൻ്റെ അപ്പച്ചൻ ചെത്തൊഴിലാളിയായിരുന്നു, യൂണിയൻ ചെത്തൊഴിലാളിയായിരുന്നു. അങ്ങനെ അഞ്ചാമത്തെ ചേട്ടൻ യൂണിയൻ ചെത്തൊഴിലാളിയായിരുന്നു. അപ്പോൾ ഞാൻ ചെത്തിലേക്ക് വരുന്നത് എനിക്കൊരു 15 വയസ്സ് പ്രായമുള്ളപ്പോഴാണ്. നിങ്ങൾ എത്ര മക്കളായിരുന്നു? ഞങ്ങൾ 8 മക്കളാണ്. 8 പേരും ചെത്തുകാരായിരുന്നു? 8 പേരും ചെത്തുകാരല്ലായിരുന്നു. ഞങ്ങൾ 2 പേരെ ചെത്തുകാരുള്ളൂ. എൻ്റെ അഞ്ചാമത്തെ ചേട്ടനും ഞാൻ ചെത്തൊഴിലാളികൾ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ 8 പേര് ഞങ്ങൾ ആണെങ്കിലും ഞാൻ 8ാമത്തെ ആളാണ്, ഏറ്റേളെ വ്യക്തിയാണ്. അപ്പോൾ എനിക്കൊരു ചെത്തിലേക്ക് താല്പര്യം വരുന്നത് എനിക്കൊരു 15 വയസ്സ് പ്രായമുള്ളപ്പോഴാണ്. ചെത്തിലേക്ക് ഞാൻ താല്പര്യം വന്നു. ചെത്ത് പഠിക്കാൻ താല്പര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഏതാണ്ട് 5ാം ക്ലാസ് വരെ ഞാൻ പഠിച്ചിട്ടുള്ളൂ. അങ്ങനെ 5 ക്ലാസിൻ്റെ വിദ്യാഭ്യാസം? 5 ക്ലാസ് കൊണ്ട് വിദ്യാഭ്യാസം നിർത്തിയതിൻ്റെ സാഹചര്യം അതായിരുന്നു. എൻ്റെ വീട്ടിൽ പഠിക്കാനുള്ള സാമ്പത്തികപരമായിട്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടും, അതുപോലെ തന്നെ അമ്മയൊക്കെ കൂലിപ്പണിയൊക്കെ എടുത്ത് റബ്ബറൊക്കെ വെട്ടിയാണ് ഞങ്ങളെ പഠിപ്പിച്ചത്. ഈ 8 മക്കളെ വളർത്തിക്കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. അല്ല. അപ്പോൾ നമ്മുടെ വിദ്യാഭ്യാസം 5 ക്ലാസ് കൊണ്ടൊക്കെ ഏറെക്കുറെ തീർന്നു. 10ാം ക്ലാസ് ആരും സ്കൂളിൽ പഠിപ്പിച്ചിരുന്ന അധ്യാപകരോ അവരാരും നിർബന്ധിക്കുകയൊന്നും ചെയ്തില്ല? അങ്ങനെ ഒരു പ്രോത്സാഹനം ആ കാലഘട്ടത്തിൽ എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ 10ാമത്തെ വയസ്സിൽ പഠിത്തം നിർത്തി. എന്ന് പറഞ്ഞാൽ മലയാള മനോരമ പേപ്പർ കൂട്ടി വായിക്കാൻ അറിയാൻ പാടില്ലാതെയാണ് പഠിത്തം നിർത്തുന്നത്. അപ്പോൾ എൻ്റെ ഒരു 5ാമത്തെ ചേട്ടൻ, എൻ്റെ ഇളയൊരു സഹോദരിയുണ്ട്. ആ സഹോദരി 3ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പം ഒന്നിച്ചിരുത്തി പേപ്പർ വായിക്കാൻ പറഞ്ഞു. മലയാള മനോരമ എന്ന് വായിക്കാൻ പറഞ്ഞപ്പോൾ എൻ്റെ ഇളയ സഹോദരി മലയാള മനോരമ എന്ന് വായിച്ചു, ഞാൻ എന്ന് വായിച്ചു. അപ്പോൾ 5ാമത്തെ ചേട്ടൻ പറഞ്ഞു, ഇനി നീ പഠിക്കാൻ പോയിട്ട് കാര്യമില്ല, ഇത്ര 5ാം ക്ലാസ് വരെ നീ പഠിച്ചിട്ട് അത്രയൊക്കെ പഠിത്തം ആവശ്യത്തിനുള്ളതായി. അങ്ങനെയാണ് ഞാൻ 10ാമത്തെ വയസ്സിൽ പഠിത്തം നിർത്തണത്. 10ാമത്തെ വയസ്സിൽ പഠിത്തം നിർത്തി ഒരു 12 വയസ്സൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ പുകവലിക്ക് അടിമയായി. അന്നത്തെ ഒരു കാലത്ത് ഒരു പാക്കറ്റ് ദിനേശ് വീടി എന്നൊക്കെ പറയുന്നത് 20 പൈസ വിലയുള്ളൂ. ആ കാലത്താണ് ഞാൻ പുകവലിക്ക് അടിമയാകുന്നത്. ഈ 10ാം ക്ലാസ്സിലെ പഠിത്തം നിർത്തി കഴിഞ്ഞ് പിന്നെ എന്തായിരുന്നു പരിപാടികൾ? വീട്ടിലെ അമ്മേനെ സഹായിക്കാനൊക്കെ പോകും. പാലെടുക്കാൻ അമ്മ ഷോട്ടർ വെട്ടാൻ പോകുന്നു, അമ്മ പാല് വെട്ടാൻ പോകും. അങ്ങനെ അത്യാവശ്യമൊക്കെ ഈ റബ്ബറിലൊക്കെ ഇങ്ങനെ വെട്ടിയൊക്കെ പഠിക്കും. അങ്ങനെ അമ്മയൊക്കെ സഹായിച്ചുകൊണ്ടിരുന്നു 12 വയസ്സ് വരെ. അങ്ങനെയാണ് ഈ പുകവലിക്ക് അടിമയാകുന്നത്. 12ാമത്തെ വയസ്സിൽ തന്നെ ഞാൻ വെള്ളിയാമരം എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് നാട് വിട്ടുപോയി. ആദ്യമായിട്ട് 12ാമത്തെ വയസ്സിലാണ് നാട് വിടുന്നത്. അപ്പോൾ അത് നാട് വിടാനുള്ള കാരണം, എൻ്റെ അമ്മയ്ക്ക് അന്ന് ഒരാഴ്ച ഷോട്ടർ വെട്ടുന്ന കൂലി എന്ന് പറയുന്നത് 45 രൂപ. അപ്പോൾ ഒരു ശനിയാഴ്ച അമ്മ എൻ്റെ സഞ്ചി എന്നിട്ട് പറഞ്ഞു, രവി നീ കൂലി മേടിച്ച് റേഷൻ മേടിച്ചുകൊണ്ട് പോവാ, എന്നിട്ട് വേണം വീട്ടിൽ കഞ്ഞി വെക്കാൻ. അപ്പോൾ എനിക്ക് തോന്നി ഇനി ഞാനിവിടെ നിന്നിട്ട് കാര്യമില്ല, ഏതായാലും പഠിക്കാൻ പറ്റിയില്ല. എന്നാൽ പിന്നെ ഇനി വെള്ളിയാമറ്റുമായിട്ട് വീട്ടുകാരുമായിട്ടൊന്നൊരു ബന്ധം വേണ്ട, നാട് വിട്ടാൽ ആ 45 രൂപ കൂലി മേടിച്ച് ആദ്യമായിട്ട് വെള്ളിയാമറ്റം താമസിക്കുന്നു. നാട് വിട്ട് വരുന്നു. അങ്ങനെ ചാലക്കുടി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞാനൊരു കൂട്ടുകാരനുമായിട്ട് വന്നു. അങ്ങനെ ഞങ്ങൾ വെള്ളിയാമറ്റത്തുനിന്ന് നേരെ ചാലക്കുടിയിലാണ്. എങ്ങനെയാണ് വന്ന കൂട്ടുകാർ ഒരു കയറപ്പിലാണ് അവിടെ വന്നത്. അപ്പം അങ്ങനെ അന്ന് ഹോട്ടൽപ്പണി തുടങ്ങി. അന്നത്തെ കാലത്ത് രാവിലെ 6 മണി സമയം മുതൽ രാത്രി 10 മണി സമയം വരെ പ്ലേറ്റ് കഴുകിയ കിട്ടുന്ന കൂലി 2 രൂപയാണ് ഒരു ദിവസം. അപ്പോൾ 20 പൈസ കൊടുത്താൽ ഒരു പാക്കറ്റ് വീടി മേടിക്കാം, 80 പൈസ കൊടുത്താൽ സിനിമ കാണാം. അങ്ങനെ പോയിട്ട് 1 രൂപ മിച്ചമുണ്ട്. അന്നത്തെ കാലത്തൊന്നും വലിയ കാര്യമാണ്. 43 വർഷങ്ങൾക്ക് അപ്പുറമല്ലേ. അങ്ങനെ ഒരു വർഷക്കാലം ഞാൻ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ അച്ഛനോ അമ്മയോ എൻ്റെ സഹോദരങ്ങളോ ആരും ഒന്നും അന്ന് തന്നെ അന്വേഷിച്ച് വന്നില്ല. അന്വേഷിച്ച് വരാൻ പറ്റിയൊരു കാലം അല്ലായിരുന്നു. സാമ്പത്തിക പോലെയുള്ള ഫോൺ ചെയ്ത് ചോദിക്കാനുള്ള സൗകര്യങ്ങളൊന്നുമില്ലായിരുന്നു. മാത്രമല്ല ഈ 7-8 എണ്ണം ഉള്ളതിൽ ഒരെണ്ണം പോയാലും അതൊരു വലിയ കുറവായിട്ട് അവർക്ക് തോന്നിയിട്ടുമില്ല. അങ്ങനെ ഞാനൊരു 1 വർഷം കഴിഞ്ഞതിന് ശേഷം ഞാനിങ്ങനെ തിരിച്ചു വന്നു. നല്ല സ്വീകരണമൊക്കെ കിട്ടി. അപ്പം ഞാനിങ്ങനെ ഒരു 50 രൂപ എൻ്റെ കയ്യിലുണ്ട്. അപ്പം ഞാനിങ്ങനെ അപ്പച്ചൻ്റെ 50 രൂപ കൊണ്ട് കൊടുത്തു. 1 വർഷം പണി ചെയ്തതിൻ്റെ ബാലൻസ് ഉള്ള 50 രൂപയാണ്. 50 കൊണ്ട് അപ്പച്ചൻ്റെ കൊടുത്തപ്പം അപ്പച്ചൻ പറഞ്ഞു, നീ നല്ലവനാടാന്ന് പറഞ്ഞു.
ഈ 50 രൂപ കൊടുത്തു 50 രൂപ കൊടുത്തപ്പോൾ. കാരണം എൻ്റെ അപ്പന് സന്തോഷമായി. അപ്പച്ചന് സന്തോഷമായി. അപ്പോൾ അങ്ങനെ ഒരു അപ്പൻ്റെ അനുഗ്രഹം വന്ന് നമ്മൾ വാങ്ങിച്ചെടുത്തു. അപ്പോൾ അപ്പനെ ഇങ്ങനെ ഇപ്പോൾ ഞാനൊരു 50 രൂപ 100 രൂപ കൊടുത്ത് 50 രൂപ കൊടുത്താൽ അപ്പം സന്തോഷമാണെന്ന് പറയും. ഇപ്പോൾ ചേട്ടൻ കൊണ്ടൊരു 100 കൊടുത്തു ചേട്ടനോട് പറയും നീയും നല്ലവനാന്ന് പറയും. അങ്ങനെ ഒരു അവസ്ഥയാണ്. കുറച്ചുകൂടെ കൂടുതൽ കുറച്ച് കൊടുത്താൽ. പിന്നെ 13 വയസ്സ് 14 വയസ്സൊക്കെ കാലഘട്ടങ്ങളൊക്കെ ഇങ്ങനെ വെള്ളിയാമറ്റുമായിട്ട് ബന്ധപ്പെട്ട് നിന്നു. അപ്പോൾ എനിക്കിങ്ങനെ തോന്നി അടുത്ത ഒളിച്ചു പോകാനുള്ള സംവിധാനമൊക്കെ അങ്ങനെ ഒരു 15 വയസ്സൊക്കെ ആയപ്പോഴത്തേക്കും അമ്മയുടെ കൂടെയൊക്കെ ഇങ്ങനെ നടന്നു. പിന്നെ അങ്ങനെ അവിടെ ഇപ്പോൾ 5ാമത്തെ ചേട്ടന അപ്പച്ചൻ ചെത്ത് കൊടുത്തു, യൂണിറ്റ് ചെത്ത് കൊടുത്തു. അപ്പോൾ എനിക്ക് തോന്നി ചെത്ത് പഠിക്കണമെന്ന് തോന്നി. അങ്ങനെയാണ് 15ാമത്തെ വയസ്സിൽ അങ്ങനെ 5ാമത്തെ ചേട്ടൻ്റെ കൂടെ പിന്നാലെയൊക്കെ നടന്നു. ഇങ്ങനെ പഠിപ്പിക്കാനൊന്നും പുള്ളി തയ്യാറായൊന്നുമില്ല. എങ്കിലും ഇങ്ങനെ പോലെ പനയിലൊക്കെ കയറി അങ്ങനെ മരക്കയറ്റം പഠിച്ചു. മറ്റു ചേട്ടന്മാരെന്താ ഈ ചെത്ത് തൊഴിലേക്ക് തിരിയാതെ തരുന്നത്? അത് 5ാമത്തെ ചേട്ടൻ മാത്രമേ അതിന് ഒരു താല്പര്യം ഉണ്ടായിരുന്നുള്ളൂ. താല്പര്യം ഉണ്ടായിരുന്നു. ഇതൊരു കലയാണ്. ചെന്ന് കല തന്നെ നല്ല കുടിക്കുന്ന ഒരു വേറൊരു കലയായിട്ട് അതൊരു കലയാണ്. അപ്പോൾ അങ്ങനെ 15ാമത്തെ വയസ്സിൽ 5ാമത്തെ ചേട്ടൻ്റെ കൂടെ നടന്ന് ഇങ്ങനെ ചെത്ത് പഠിച്ചു. അങ്ങനെ 15ാമത്തെ വയസ്സിൽ മദ്യപാനത്തിനും അടിമയായി. അപ്പോൾ ഒന്നാമത്തെ കാര്യം 10ാമത്തെ വയസ്സിൽ പഠിത്തം നിർത്തുന്നു. 12ാമത്തെ വയസ്സിൽ പുകവലി തുടങ്ങുന്നു. 12ാമത്തെ വയസ്സിൽ നാട് വിട്ടു പോകുന്നു. 15ാമത്തെ വയസ്സിൽ ചെത്ത് തുടങ്ങുന്നു. 15ാമത്തെ വയസ്സിൽ മദ്യപാനം തുടങ്ങുന്നു. ഏകദേശം എനിക്ക് ഒരു 21 വയസ്സ് പ്രായമായപ്പോഴത്തേക്കും നന്നായിട്ട് കള്ളുണ്ടാക്കി നമ്പർ 1 ചെത്തുകൂടാളി എന്നൊക്കെ പറയും. എന്ന് പറഞ്ഞാൽ നന്നായി കള്ളുണ്ടാക്കുന്നവൻ, നന്നായി കള്ള് കുടിക്കുന്നവൻ, അവനാണ് നമ്പർ 1 ചെത്തുകൂടാളി. അപ്പോൾ 21ാമത്തെ വയസ്സിൽ ഒരു 5 പനയിൽ നിന്ന് 75 ലിറ്റർ കള്ളോളം ചെത്തി ഷാപ്പികളിൽ അടക്കും ഞാനും ചേട്ടൻ കൂടെ. പക്ഷെ ഞാൻ അന്നേരത്തേക്ക് രാവിലെ ഒരു 6 മണി സമയം മുതൽ രാത്രി 8 മണി സമയം വരെ ഒരു 8 ലിറ്ററോളം കള്ള് ഉള്ളിലും ആക്കും. ശരി. കള്ള് കുടി ചെത്തി ഷാപ്പിൽ കൊണ്ടുപോയി കൊടുക്കുന്നതിൻ്റെ ഒരു മൂന്നിലൊന്ന് കള്ള് നമ്മൾ ഉള്ളിലാക്കും. അപ്പോൾ ഈ കള്ള് കുടിക്കുന്നൊന്നും ശരീരപ്രകൃതി കൊണ്ടൊന്നുമില്ല. മദ്യപാനികൾക്ക് ഞാനിങ്ങനെ തമ്പലക്കാടും എല്ലൊക്കെ ക്ലാസ് എടുക്കാൻ പോകുന്നു. അപ്പോൾ ആദ്യമേ ചിലപ്പോൾ ഞാൻ മധുരക്കള്ളിലാണ് തുടങ്ങിയത്. അത് തുടങ്ങി ഇങ്ങനെ അത് വന്നു. പിന്നെ മൂത്തകള്ളായി. പിന്നെ മൂത്തകള്ള് കുടിച്ചാൽ പറ്റിയാലാതെയായി. പിന്നെ മൂത്തകള്ള് കുടിച്ചിട്ട് പിന്നെ ബ്രാൻഡി കുടിക്കാൻ തുടങ്ങി. 21ാമത്തെ വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും നന്നായിട്ട് മദ്യപാനത്തിന് അടിമത്തത്തിലേക്ക് വന്നു. അപ്പോൾ ഞാൻ ആരുമായിട്ട് തെറ്റിപ്പശി കഴിഞ്ഞാൽ എൻ്റെ ഒരു പ്രത്യേക സ്വഭാവം എന്ന് പറഞ്ഞാൽ നാട് വിടും. അലമ്പുകളും അമ്മയോട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അച്ഛനുമായിട്ടൊക്കെ ഇച്ചിരി പ്രശ്നമുണ്ട്. സഹോദരങ്ങളുമായിട്ടൊന്നും ഒരിക്കലും ചേരിയല്ല. അപ്പോൾ സഹോദരങ്ങൾ എന്നെ എന്തെങ്കിലും പരിക്കുന്ന രീതി കൂടെ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഞാൻ സഹോദരങ്ങളായിട്ട് പ്രശ്നം ഉണ്ടാകും. പിന്നെ വേറെ ഒന്നും ചെയ്യല, ഉടനെ പോവും, വിട്ടേക്കാം. നാട് വേണ്ട, വീടും വേണ്ട. എൻ്റെ ഉള്ളിൽ തന്നെ ഒരു ഈഗോ കിടപ്പുണ്ടായിരുന്നു. എന്നെ ആരും സ്നേഹിക്കുന്നില്ല, എന്നെ ആരും മനസ്സിലാക്കുന്നില്ല, എനിക്ക് വിദ്യാഭ്യാസമില്ല, എനിക്ക് കഴിവില്ല, ഷേപ്പില്ല. ഇതൊക്കെയായിരുന്നു എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. പിന്നെ എല്ലാവരോടും ഒരു വെറുപ്പും വിദ്വേഷവും ഒക്കെ എൻ്റെ മനസ്സിൽ, അധ്യാപകരോ അങ്ങനെയുള്ള ആ മേഖലയിലൊക്കെ എനിക്കുണ്ടായി. അപ്പോൾ 21ാമത്തെ വയസ്സിൽ എനിക്ക് തോന്നി ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല. അങ്ങനെ ഞാൻ 21ാമത്തെ വയസ്സിൽ നാട് വിട്ട് പോയ സ്ഥലം വയനാട്. അതിനുമ്പോ അതിൻ്റെ ഇടയ്ക്ക് ഒരു 10-15-16 വയസ്സൊക്കെ ആയ സമയത്ത് ഈ ചെത്തിൻ്റെ ഇടയ്ക്കിൽ നിന്നൊക്കെ നാട് വിട്ടു പോയി. ഹൈ റേഞ്ച് മേഖല മുരിക്കാശ്ശേരി മുളക് പറിക്കാനൊക്കെ പോയി. അങ്ങനെ കുറേ അങ്ങനെ പോയി. അത് കൂടാതെ അതിനിടയ്ക്ക് 17ാമത്തെ വയസ്സിൽ ചേട്ടനുമായിട്ടൊക്കെ തെറ്റിപ്പശിക്കുമ്പോൾ കാസർഗോഡ് എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയി. കാർത്തികപുരം എന്ന് പറഞ്ഞ തെങ്ങുംതോട്ടത്തിൽ തേങ്ങ പെറുക്കാനൊക്കെ ആയിട്ട് പോയി. അങ്ങനെ കുറേ കാലം. അപ്പോൾ 12 വയസ്സ് പോലെ ഏകദേശം ഒരു 21 വയസ്സ് വരെ ഞാൻ എത്ര പ്രാവശ്യം നാട് വിട്ടെന്ന് ചോദിച്ചാൽ ശരിക്കും ഓർമ്മയിൽ പോലും ഇല്ലാത്ത ഒരു രീതിയാക്കും. നാട് വിടിലാണ് മാറി. നാട് വിടും. അപ്പോൾ 21ാമത്തെ നാട് വിട്ട് പോയത് വയനാട് എന്ന് പറയും. വയനാട് പുൽപ്പള്ളി. അതൊരു ഗംഭീര പോക്ക്. അപ്പോൾ എൻ്റെ ഒരു 3ാമത്തെ ചേട്ടൻ അവിടെയുണ്ട്. എൻ്റെ പേര് ജോൺസൺ എന്ന വ്യക്തി. 1985 മാമോദീസ മുങ്ങി ഒരു ക്രിസ്ത്യാനി പെണ്ണ് വിവാഹം കഴിച്ച് അവിടെ കുടുംബജീവൻ നയിക്കുക. ഞാൻ ആ വ്യക്തിയുടെ അടുത്തേക്കാണ് പോകുന്നത്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു നിനക്ക് ചെത്തറിയാലോ അവിടെ, അപ്പോൾ നിനക്ക് ഇവിടെ ഷാപ്പിൽ ചെത്ത് മേടിച്ച് തരാം, വയനാട്ടിൽ തന്നെ. അപ്പോൾ ഇരളം എന്ന് പറഞ്ഞ സുൽത്താൻ ബത്തേരിയിൽ നിന്ന് 20 കിലോമീറ്റർ ഇരളം എന്ന് പറഞ്ഞ ഷാപ്പിൽ ഞാൻ സ്വന്തമായി ചെത്ത് തുടങ്ങി. അപ്പോൾ ഒരു 40-50 ലിറ്റർ കള്ള് ആയി. അപ്പോൾ ഇത് മാത്രമേ ഉള്ളൂ, കുടിക്കുക, വലിക്കുക. ഇത് ഹോബി അതാണ്. ജീവിതമായിട്ട് ഒരു യാതൊരു ബന്ധമില്ല. വീട്ടിൽ പൈസ ഒന്നും വീട്ടുകാരങ്ങനെ എന്നെ അന്വേഷിക്കാറുമില്ല, ഞാനും വീട്ടുകാരെ അന്വേഷിക്കാറില്ല. അപ്പം അങ്ങനെയുള്ള ബന്ധങ്ങളൊന്നുമില്ല അവിടെ. അപ്പം അങ്ങനെ ഇരുന്ന സമയത്താണ് 21ാമത്തെ വയസ്സിൽ ഞാൻ ഒരു പെങ്കൊച്ച് എന്നെ പ്രേമിക്കുന്നു. പ്രേമിച്ച്. അപ്പോൾ ആ പെണ്ണെന്നോട് പറയുന്ന എനിക്ക് ചേട്ടനെ വലിയ ഇഷ്ടമാണ്. അപ്പം ഞാനിങ്ങനെ അങ്ങയിൽ ഈ 21 വയസ്സുള്ള ഒരു ചെത്തുകാരനിൽ ഇഷ്ടപ്പെടാൻ മാത്രമുള്ള
എന്തായിരിക്കും അവള് കണ്ടത്? എന്ത് ക്വാളിറ്റി കണ്ടെന്ന് എനിക്കറിയാം. ഒരു പക്ഷേ ഞാനിങ്ങനെ ചെത്തത്തേക്ക് വെച്ച് ഇങ്ങനെ നടന്ന് കുണിയൊക്കെ നടക്കുന്ന ഒരു പ്രകൃതിയൊക്കെ ഉണ്ടല്ലോ, പാട്ടൊക്കെ പാടിയൊക്കെ നടക്കുന്ന, അങ്ങനെ വല്ല ആകർഷണം കണ്ട് ഇങ്ങനെ ആകർഷിച്ചതാണോന്ന് അറിയത്തില്ല. അല്ല എൻ്റെ കളറൊന്നും ഇപ്പം ഇപ്പോഴാണ് എനിക്ക് ഇത്രയും കളറായത്. അപ്പോൾ എന്തുകൊണ്ടാണ് അതങ്ങനെ ഇഷ്ടപ്പെട്ടെന്ന് എനിക്കറിയത്തില്ല. എന്നോട് പറഞ്ഞു ഇങ്ങനെ ഇഷ്ടമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓർത്തോണ്ടിരുന്നത് എന്നെ ആരും ഇഷ്ടപ്പെടത്തില്ല. അപ്പോൾ എന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ വേറൊരാൾ മുഖേന ഞാൻ അറിയുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, എന്നെ ഇഷ്ടപ്പെടുന്ന വ്യക്തി ഒരു പെണ്ണ്, അവളിപ്പോൾ എന്ത് അംഗവല്ലി ഉള്ളെങ്കിലും ഞാൻ കെട്ടാൻ തയ്യാറാന്ന് പറഞ്ഞു. അത് ഈ പെണ്ണിനെ മറ്റൊരാൾ മുഖേന, മറ്റൊരു ചെത്തുകാരൻ മുഖേന അറിയിച്ചു. അപ്പോൾ അതങ്ങനെ ഒരു 19 ദിവസം ഞങ്ങളിങ്ങനെ പ്രേമിച്ച്. എത്ര ദിവസം? 19. വെറും 19 ദിവസം. 19 ദിവസത്തെ പ്രണയം. അങ്ങനെ ഇന്നത്തെ പോലെയുള്ള വാട്സാപ്പും ഇല്ല, മൊബൈൽ കാര്യങ്ങളൊന്നുമില്ല, ഒന്നുമില്ല. അന്നിപ്പോൾ ചെത്താൻ വരുന്ന സമയത്ത് എവിടെയെങ്കിലും വല്ല തൊണ്ടിലൊക്കെ വെച്ച് കാണും, അകലെ നിന്ന് സംസാരിക്കുകയുള്ളൂ, അടുത്തുനിന്ന് നിന്ന് സംസാരിക്കുന്ന പ്രകൃതിയൊന്നുമില്ല. പെൺകൊച്ച് വരുന്ന സമയത്ത് എവിടെയെങ്കിലുമൊക്കെ നിന്ന് കാണും, സംസാരിക്കും, പോകും. പിന്നെ എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. ഞാൻ ചെത്താൻ വരുന്ന സമയത്ത് പന കയറുമ്പോൾ അങ്ങനെയൊക്കെ എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഏതായാലും 19ാമത്തെ ദിവസമൊക്കെ ആയപ്പോഴത്തേക്കും അത് വീട്ടുകാരറിഞ്ഞു, അപ്പച്ചനറിഞ്ഞു, അപ്പച്ചനറിഞ്ഞു. അപ്പം എൻ്റെ വൈഫുമായിട്ട് ഒത്തിരി പ്രശ്നമായി. അപ്പോൾ എനിക്കിത് കിട്ടിയെന്ന് തോന്നി. കാരണം എൻ്റെ ക്യാരറ്റ് വെച്ച് നോക്കുമ്പോൾ അത് കിട്ടാൻ സാധ്യതയില്ല. അപ്പോൾ ഞാൻ ഒരു ദിവസം മദ്യപിച്ച് പൂസായി രാത്രി 10 മണിക്ക് വീട്ടിൽ ചെന്നു. ഈ പെണ്ണിൻ്റെ വീട്ടിൽ ചെന്നു. രാത്രി 10 മണി. പെണ്ണ്, എനിക്ക് 21 വയസ്സേ ഉള്ളൂ, പെണ്ണിന് 18 വയസ്സ് തികഞ്ഞിട്ടില്ല. അപ്പം അങ്ങനെ ആ രാത്രി 10 മണിക്ക് പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് പെണ്ണിനെ കൂട്ടി അവിടുന്ന് ഇറങ്ങുന്നു. ഞാൻ മൂന്നാമത്തെ ചേട്ടനെ അറിയിക്കുന്നു. രാത്രി 10 മണിക്ക് പെണ്ണിൻ്റെ വീട്ടിൽ ചെന്ന് പെണ്ണിനെ കൂട്ടി അവിടെ ഇറങ്ങി. അപ്പോൾ ഇവര് പിന്നെ അപ്പനും അമ്മയും ഒത്തിരി കാര്യങ്ങൾ ബഹളമൊക്കെ ആയി, എതിർപ്പൊക്കെ ഉണ്ടായി, ഒത്തിരി പറ്റിയാലെന്നൊക്കെ പറഞ്ഞു. എങ്കിലും എനിക്ക് ഭയങ്കര വാശിയായിരുന്നു കെട്ടണമെന്ന്. ഏതായാലും പെണ്ണിറങ്ങി വന്നു. രാത്രി തന്നെ പിടിച്ചിറങ്ങി പറഞ്ഞാൽ ആനക്കാടെന്ന് പറഞ്ഞ സ്ഥലത്ത് രാത്രി 12 മണി ഒരു 2 മണിക്കൂർ നടത്തിക്കൊണ്ട് മൂന്നാമത്തെ ചേട്ടൻ്റെ വീട്ടിൽ കൊണ്ടുപോയി. പെൺകുട്ടിക്ക് 18 വയസ്സ് കഴിഞ്ഞിട്ടില്ല. അന്ന് ഈ പോക്സോ പ്രശ്നങ്ങളൊന്നും രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ ഇപ്പൊ ഇന്നത്തെ കാലത്താണ് ഞാൻ അകത്ത് പോകും. അപ്പൊ അങ്ങനെ മൂന്നാമത്തെ ചേട്ടൻ വന്നു, അറിയിച്ചു. അപ്പം അങ്ങനെ മൂന്നാമത്തെ ചേട്ടൻ്റെ കൂടെ ചേട്ടൻ്റെ വീട്ടിലായിരുന്നു, ചേട്ടൻ ചേർത്ത്. അങ്ങനെ 3ാമത്തെ ദിവസം ഞങ്ങളെ രജിസ്റ്റർ ചെയ്തു പുൽപ്പള്ളി വലിയ ടൗണിൽ വെച്ച്. വലിയ കല്യാണം കഴിക്കാനായിട്ട് ഞങ്ങൾ രജിസ്റ്റർ ചെയ്യാനായിട്ട് ചെല്ലുമ്പോൾ പെണ്ണിൻ്റെ അപ്പനും അവരെല്ലാവരും കൂടെ വന്നു. അവർ പറഞ്ഞു കേസ് കൊടുക്കും, ഇവിടെ കൊണ്ടുപോകും എന്നൊക്കെ പറഞ്ഞു. ഇവർ ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി. അപ്പോൾ ഞങ്ങൾ പെണ്ണോട് പറഞ്ഞു, എൻ്റെ ഇഷ്ടപ്രകാരമാണ് ഇറങ്ങി പോന്നേക്കുന്നത്, നീ എന്നെ ജയിലിലാക്കിയേക്കായിരുന്നു. പെണ്ണ് പറഞ്ഞു ഒരിക്കലും ജയിലിലാക്കിയാലും മരിച്ചാലും ജയിലിലാക്കുന്ന പ്രശ്നമൊന്നുമില്ല, കൂടെ നിൽക്കുമെന്ന് പറഞ്ഞു. എന്നാലും പെണ്ണ് പറഞ്ഞു. പിന്നെ അവർ തന്നെ സമ്മതിച്ചു. അങ്ങനെ 1988 അത്. അതായത് 21-കാരൻ പയ്യനും 18 തികയാത്ത പെണ്ണും കല്യാണം കഴിച്ചു. അവിടെ രജിസ്റ്റർ ചെയ്തു. രജിസ്റ്റർ ചെയ്തതിന് ശേഷം എന്നെ അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി, പെണ്ണിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. അപ്പം അപ്പനൊക്കെ അയഞ്ഞെങ്കിലും നമുക്ക് അയച്ചിന് കുറവൊന്നുമില്ല. കാരണം നമ്മൾ മദ്യത്തിൻ്റെ ലഹരി നിൽക്കുന്നതുകൊണ്ട് നമുക്ക് അയച്ചിന് കുറവൊന്നുമില്ല. കാരണം ഈ സംഭവം കിടക്കുമല്ല, ചേച്ചി പെണ്ണെ കെട്ടിച്ച് തന്നിട്ടില്ലല്ലോ, മനഃപൂർവ്വം ചോദിച്ചപ്പോൾ തരാത്തോണ്ട് ഒരു വേഷം. അങ്ങനെ അവിടെ കുറച്ച് ദിവസം ഒരു വർഷക്കാലം അവിടെ താമസിച്ചു. താമസിച്ച് മദ്യപാനത്തിന് പുകവലിക്ക് ഒരു ചീട്ടുകളിക്കൊന്നും ഒരു കുറവുമില്ല. അങ്ങനെ അവർ ഒരു 10 സെൻറ്റ് സ്ഥലം ഈ പെണ്ണിൻ്റെ വീട് താമസിച്ചുകൊണ്ട് തന്നെ തുടരുകയാണ്. ഷാപ്പിച്ചെത്തുന്നുണ്ട്. അങ്ങനെ അവരൊരു 10 സെൻറ്റ് സ്ഥലം അവിടെ ഭാഗമായിട്ട് തന്നു. അവർക്ക് 2 ഏക്കർ സ്ഥലമുള്ള പെണ്ണിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ അതിനകത്തൊരു കൊച്ചു വീട് പുല്ലൊക്കെ മേഞ്ഞ് വെച്ചൊരു വീടുണ്ടാക്കി തന്നു. പക്ഷെ എനിക്ക് മദ്യപാനത്തിന് പുകവലിക്കൊന്നും യാതൊരു കുറവുമില്ല. അങ്ങനെയാണ് എനിക്ക് 22ാമത്തെ വയസ്സിൽ മൂത്ത മോള് ജനിക്കുന്നത്. ആ മോള് ഒരു 3 വയസ്സ് പ്രായമായപ്പോൾ 2ാമത്തെ മോൻ ജനിക്കുന്നു. അപ്പോൾ ആ മോന് 30 വയസ്സുണ്ട്, മൂത്ത മോൾക്ക് 34 വയസ്സോളം. അപ്പോൾ എനിക്ക് തോന്നി ഇനി ഇവിടെ നിന്നൊരു കാര്യമില്ല. എൻ്റെ മനസ്സിലങ്ങ് തോന്നുവാണ്, ഇവർക്കൊന്നും എന്നോട് സ്നേഹമോ ഇഷ്ടമൊന്നുമില്ല, ഇതൊന്നും ഇവരെ ഒന്നും സ്നേഹിച്ചിട്ട് കാര്യമില്ല. ചുമ്മാ മനസ്സിൽ തോന്നുന്നു എന്തെങ്കിലും മദ്യം അങ്ങ് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ആരും സ്നേഹിക്കാനും പറ്റുന്നില്ല, ആര് പറഞ്ഞാലിട്ട് അംഗീകരിക്കുന്ന ഒരു സ്വഭാവമൊന്നുമല്ല. അപ്പോൾ എനിക്ക് തോന്നി ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല, അടുത്ത നാട്ടിലേക്ക് പോയേക്കാം. അങ്ങനെ ഒരു ദിവസം വണ്ടിയിൽ കയറി മനസ്സിലങ്ങ് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ നിൽക്കത്തില്ല. വേണ്ട, അവരെന്നാന്ന് വെച്ചാൽ ചെയ്തോട്ടെന്ന് വെച്ച് അവരെങ്ങനെ ജീവിക്കുന്നുള്ള ചിന്ത പോലും ഒന്നുമില്ല. ജീവിതമായിട്ട് ചിന്തയില്ല, ജീവിക്കണമെന്ന് അങ്ങനെ ഒരു മേഖലയൊന്നും ഇല്ല. ഈ മദ്യം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു വേറൊരു രീതിയാണ്. അപ്പോൾ എനിക്ക് തോന്നി എന്നാൽ ഇവിടുന്ന് പോയേക്കാം. അങ്ങനെ അവരെ ഭാര്യയും 2 കുട്ടികളെയും അവിടെ നിന്ന് ഉപേക്ഷിച്ചിട്ട് 1900 പോകുമെന്ന് അവരോട് പറഞ്ഞില്ല.
ഞാൻ ഒരു ദിവസം എനിക്ക് വണ്ടി തോന്നി, ഞാൻ വണ്ടി കയറി നാട്ടിലേക്ക് പോന്നു. 1993. അത് 93. ഇല്ല, അന്വേഷിച്ചു. അവര് വീട്ടുകാരൊക്കെ ആയിട്ട് അന്വേഷിച്ചു. എവിടെയാണെന്ന് അറിയത്തില്ല, എങ്ങോട്ട് പോയെന്ന് അറിയത്തില്ല. പിന്നീട് അവർക്ക് മനസ്സിലായി ഞാൻ നാട്ടിലുണ്ടെന്നുള്ളത്, വന്നെന്നുള്ളത് അറിഞ്ഞു. ഞാൻ അറിയിച്ചിട്ടില്ല. കാരണം ഈ മദ്യത്തിൻ്റെ ലഹരി കിടക്കുന്നതുകൊണ്ട് നമുക്ക് ഇതൊന്നും ചെയ്യുന്നൊന്നും. ഇപ്പോൾ പൗലോസ്ലിയ പറഞ്ഞു റോമാക്കാർക്കെതിരെ 7:14, ഞാൻ ദുർബലനായ മനുഷ്യൻ, ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയാണ് എനിക്ക് മനസ്സിലാകുന്നില്ല. ഒരു മദ്യപാനിയുടെ പ്രവൃത്തിയാണ് അത്. അവൻ ചെയ്യുന്ന പ്രവൃത്തിയാണെന്ന് അവൻ അറിയത്തില്ല. പിറ്റേ ദിവസം രാവിലെ നമ്മളോട് ചോദിക്കുവാണ്, അതെന്നെ ഇന്നലെ അങ്ങനെ ചെയ്തേ എന്നപ്പോൾ ആര് ചോദിച്ചാൽ പറയും, ആര് ചെയ്തു, ഇപ്പം ചെയ്തു. അങ്ങനൊരു സംഭവം അറിഞ്ഞിട്ടേ ഇല്ല. അപ്പോൾ നേരെ പിന്നെ പുൽപ്പള്ളിയിൽ നിന്ന് വണ്ടി കയറി തൊടുപുഴ വെള്ളിയാമറ്റം. അങ്ങനെ 1993 നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ 5ാമത്തെ ചേട്ടൻ പനയെ കയറാൻ പറ്റിയില്ല. പുള്ളിക്ക് അസുഖമായി, എന്തോ വൈറസ് സംബന്ധമായ അസുഖമായി. അപ്പോൾ എന്നോട് പറഞ്ഞു ഇത് നീ ഏറ്റെടുക്കണം. അങ്ങനെ 1993 വെള്ളിയാമറ്റം ഷാപ്പിൽ നമ്പർ 1 ചിത്തൊഴിലാളിയെ പിന്നെ മാറി, യൂണിയൻ ചിത്തൊഴിലാളി. വീണ്ടും ഈ സ്വന്തം നാട്ടിൽ വന്നു. അവിടെ വീണ്ടും ഇത് ഭാര്യ മക്കൾ പറയുന്നുണ്ടോ? ഭാര്യ മക്കൾ ഞാനിവിടെ യൂണിയൻ ചിത്താണ്, അവരറിയുന്നില്ല, അവരറിയിച്ചിട്ടുമില്ല. ഇവിടെ ഉണ്ടെന്നുള്ളവരൊന്നും അറിയില്ല. ഇവര് ഇവിടെ ഉണ്ടെന്നുള്ളത് അറിയാം, അങ്ങോട്ട് എത്തിയിട്ടുണ്ടെന്ന് മനസ്സിലായി. അവരും പിന്നെ ഭാര്യയ്ക്കും മക്കൾക്കും അങ്ങനെ ഒരു ഇത് ആയിക്കഴിഞ്ഞപ്പം അവർക്ക് അന്വേഷിക്കാൻ പറ്റുന്ന ഒരു കാലമൊന്നും അല്ല, രീതിയൊന്നും അല്ലായിരുന്നു. അത് മാനസികമായിട്ട് ഒത്തിരി വിഷമങ്ങളുണ്ടായി, ഒത്തിരി വിഷമം ഞാൻ മൂലം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ 93 ഇങ്ങനെ അടിച്ചു പൊളിച്ച് ഇങ്ങനെ മദ്യം കഴിക്കുക, തൊടുപുഴ വരിക, തൊടുപുഴയിലെ ബാറുകൾ കയറുക, കഴിക്കുക, പോകുമ്പോൾ അപ്പൻ കഴിക്കുന്ന അപ്പന് അരക്കുപ്പി മേടിച്ചുകൊണ്ട് കൊടുക്കുക, അപ്പനും കൊണ്ട് കൊടുക്കും. രണ്ടുപേരും ഒന്നിച്ചിരുന്ന് കഴിക്കും. രണ്ടുപേർക്കും സന്തോഷം, എനിക്കും സന്തോഷം, അപ്പനരക്കുപ്പിക്കൊണ്ട് അപ്പനും സന്തോഷം. അപ്പോൾ അങ്ങനെ ഇരുന്ന സമയത്താണ് 1994 ഞാൻ എത്തിക്കൊണ്ട് ഷാപ്പിലെ ഒരു കറിക്കച്ചവടക്കാരൻ തങ്കപ്പൻ ചേട്ടൻ എന്ന് പറയും. ഈ വ്യക്തി നേരത്തെ മദ്യം കഴിച്ചുകൊണ്ടിരുന്നു, ഭയങ്കരമായിട്ട് കുടിച്ചുകൊണ്ടിരുന്ന ആളാണ്. അപ്പോൾ 1990 ആൾ ഡിവൈൻ ധ്യാനത്തിൽ ധ്യാനം കൂട്ടി ഈ മനുഷ്യൻ നിർത്തി. ഈ മനുഷ്യൻ എല്ലാ മാസവും ഇങ്ങനെ ആദ്യ ശനിയാഴ്ച പോട്ടയാശ്രമത്തിക്ക് പോകും. അപ്പോൾ എന്നോട് ഇങ്ങനെ പറഞ്ഞു, അത് രവി, നീ ഇങ്ങനെ ജീവിക്കേണ്ട ആളല്ല, നീ രക്ഷപ്പെടും. കോട്ടയം ആശ്രമത്തിൽ വന്നാൽ, എൻ്റെ കൂടെ വന്നാൽ നീ രക്ഷപ്പെടും. ഞാൻ പറഞ്ഞു അവിടെ ഒന്നും ദൈവം ഇരിപ്പില്ല. ഒന്നാമത് ഞാൻ പൊതുവേ ദൈവവിശ്വാസിയല്ല. ഹൈന്ദവ ആചാരപ്രകാരം ഞങ്ങൾ ഇങ്ങനെ ഭജനപ്പാട്ടൊക്കെ പഠിച്ചിങ്ങനെ ഭജനൊക്കെ പാട്ടൊക്കെ പാടി നടക്കുന്ന കാലമാണ്. എൻ്റെ അപ്പനങ്ങനെ, അമ്മയതെ, സഹോദരങ്ങളെല്ലാവരും ഒക്കെ ഒന്നിച്ചിങ്ങനെ വൃശ്ചികമാസ കാലങ്ങളൊക്കെ പാടുന്നവരാണ്. രണ്ടാമത് ഞാനൊരു നിരീശ്വരം പോലെ ഞാൻ പഠിച്ചിരുന്നതെന്ന് പറഞ്ഞാൽ കത്തോലിക്ക പള്ളിയുടെ മുകളിൽ വെക്കുന്ന കുരിശ് ഇടിമിന്നൽ പിടിക്കാനാണെന്ന്. പക്ഷേ ഈ സഹോദരൻ നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന സമയത്താണ് ഈ മനുഷ്യൻ പറയുന്നത് ഇങ്ങനെ പോട്ടെ പോയി ധ്യാനം കൂടിയ രക്ഷപ്പെടും. അത് ധ്യാനമല്ല, ഏകദിനമാണ്, രക്ഷപ്പെടുന്നു. അപ്പോൾ ഈ രണ്ടാമത് ഈ വ്യക്തി പറയുന്നു, ഞാൻ കാശ് മുടക്കാം, നീ പോട്ടെ ആശ്രമത്തിലേക്ക് വരുന്നു. അപ്പം എനിക്ക് തോന്നി ഈ വ്യക്തി ഒരു ഹൈന്ദവ മതത്തിൽ ജനിച്ചു മരിച്ചു. ഈ യേശു ക്രിസ്തുവിനെ അറിഞ്ഞപ്പോൾ ഈ മനുഷ്യന് പോക്കറ്റിൽ കിടക്കുന്ന കാശ് മുടക്കാൻ തയ്യാറായല്ലോ. അപ്പോൾ എന്തോ ഒരു സംഭവം ഉണ്ടെന്ന് എനിക്ക് അന്നേരം പറ്റി. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാൽ കാശ് മുടക്കമാണ്, ഞാൻ വരാം. ഞാൻ വരുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ ഇവിടെ എന്ത് നടക്കുന്നു എന്ന് അറിയാനാണ് വരുന്നത്. അങ്ങനെ 1994 ജനുവരി 1 പോട്ടയം ആശ്രമത്തിൽ വന്നു. അപ്പോൾ ആ കാലങ്ങളിൽ പോട്ടയം ആശ്രമത്തിലാണ് ഏകദിന കൺവെൻഷൻ വരുന്ന ഒത്തിരി ആൾക്കാർ വരുന്നു, പല സ്ഥലത്തുനിന്നും വരുന്നുണ്ട്, വണ്ടിയൊക്കെ പിടിച്ച ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഇവിടെ വന്നു. അപ്പോൾ എൻ്റെ പോക്കറ്റ് ജ്യോതിമാൻ വീഡിയോ 2 പാക്കറ്റ് കിടപ്പുണ്ട്. അപ്പോൾ ഞങ്ങൾ പന്തലിൽ കയറി നിൽക്കുന്നു. അപ്പോൾ അവിടെ നല്ല കയ്യടി, പാട്ട്, ഉണർവിൻ വരൻ ലഭിപ്പാൻ ഞങ്ങൾ വരുന്നു. ഞാൻ അതൊക്കെ അവരുടെ കൂടെ കൂടി കൈയൊക്കെ അടിക്കാനൊക്കെ കൂടി. അപ്പോൾ ആ സമയത്താണ് നായികപ്പുറം അച്ഛൻ ഇങ്ങനെ ബൈബിളുമായിട്ട് വന്നിട്ട് ഇങ്ങനെ പീഠത്തിൽ വെച്ചിട്ട് പറഞ്ഞു, നമുക്ക് കണ്ണുകൾ അടയ്ക്കാം. ഈ കണ്ണുകൾ അടയ്ക്കാമെന്ന് പറഞ്ഞു. എനിക്കൊരു ഈ ശബ്ദത്തിൽ എന്തോ ഒരു പ്രത്യേകത തോന്നി, എന്തോ ഒരു പ്രത്യേക ദൈവിക സ്വരം. അപ്പോൾ ഞാൻ എല്ലാവരും ഞാൻ നോക്കും, കണ്ണടച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും. എനിക്ക് ഞാൻ കണ്ണടച്ചില്ല. ഈ അച്ഛൻ കണ്ണടപ്പിച്ചിട്ട് എന്നാ പരിപാടി ചെയ്തെന്ന് അറിയാൻ വേണ്ടി ഞാനിങ്ങനെ കണ്ണ് തുറന്നു പിടിച്ചു, തെങ്ങിൻ്റെ ചോട്ടിലാണ് നിൽക്കണേ. അപ്പോൾ അച്ഛൻ ഇങ്ങനെ ബൈബിൾ തുറന്നിട്ട് അപ്പോസ്തലപ്രവർത്തനം 4-ാം അധ്യായം 12-ാം വാക്യം. ഈ പറയുന്നതിന് നമ്മൾ ഈ പറയുന്ന ഒരു പ്രത്യേകതയല്ല അത് എനിക്ക് തോന്നിയത്. ഭയങ്കര ദൈവികമായി ദൈവം എന്തോ സംസാരിക്കുന്ന പോലെ തോന്നുക. അപ്പോൾ തന്നെ എനിക്ക് തോന്നി ദൈവം ഉണ്ടോ, ദൈവമാണോ അത് പറയുന്നതെന്ന്. ഈ ശബ്ദത്തിൽ മറ്റൊരുവനും രക്ഷയില്ല, ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി വേറൊരു നാമവും നൽകപ്പെടില്ല. അപ്പോൾ അവിടെ ഈശോയുടെ വലിയൊരു ബാനറിൽ ഫോട്ടോ വെച്ചിട്ട് അവിടുത്തെ നോക്കിയവരെല്ലാം പ്രകാശിതരായിരുന്നു. ഞാൻ ഈ ഫോട്ടോയിലേക്ക് അപ്പോഴാണ് നോക്കണം. അപ്പോൾ ഞാൻ ഈ ഫോട്ടോയിൽ നോക്കിക്കൊണ്ട് പറയുവാണ്, കർത്താവായ യേശു ക്രിസ്തു ഞാൻ വിശ്വസിക്കാം, പക്ഷെ ഒരു കണ്ടീഷൻ, എന്നിലൊരു മാറ്റം സംഭവിക്കണം. എന്ത് മാറ്റമാണ് അന്ന് ഉദ്ദേശിച്ചിരുന്നത്? എന്തെങ്കിലും ഒരു മാറ്റം, എന്തെങ്കിലും മദ്യപാനോ പുകവലിയോ ഇങ്ങനെയുള്ള എൻ്റെ ദുശീലങ്ങളുണ്ടല്ലോ, ഇതൊക്കെ നിർത്തണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ. അതിന് എനിക്ക് സത്യത്തിൽ ഇത് നിർത്തണമെന്നൊരു ആഗ്രഹം ആഗ്രഹമൊന്നുമില്ല. എന്നാലും ഒന്ന് മാറിയേക്കോളാം, എന്തെങ്കിലും ഒരു മാറ്റം, ഒരു അടയാളം. ഓക്കെ. അപ്പോൾ യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 48 ചില അത്ഭുതങ്ങളും അടയാളങ്ങളും കാണാതെ നിങ്ങൾ ഒരിക്കലും വിശ്വസിക്കുകയല്ല.
അപ്പോൾ യേശു പ്രവർത്തിച്ച ബൈബിൾ നമ്മൾ വായിക്കുമ്പോൾ എല്ലാ അത്ഭുതങ്ങളും അടയാളങ്ങളും മനുഷ്യൻ ദൈവത്തിൽ വിശ്വസിക്കാനാണ്. ഞാനവിടെ 1:30 മണി സമയമായപ്പോൾ ഞാൻ തിരിച്ചു പോന്നു. അവരുടെ കൂടെ ആൾക്കാർ ഇറങ്ങിപ്പോയി ബ്രെഡും വെള്ളമൊക്കെ കുടിച്ചിട്ട് പോകുന്നു. ഞാൻ മാറി നിന്ന് ജ്യോതിമാൻ ബീഡിയൊക്കെ കത്തിച്ച് വലിച്ച പോയെ. പക്ഷേ പിറ്റേ ദിവസം രാവിലെ എനിക്ക് മദ്യം കഴിക്കാൻ പറ്റുന്നില്ല, പുക പിടിക്കാൻ പറ്റുന്നില്ല. വീട്ടിൽ വന്നതിന് ശേഷം ഇപ്പോൾ രാവിലെ ചെന്ന് പനയെ കയറുമ്പോൾ ഞാൻ കള്ള് കുടിക്കും. കാരണം 1/2 ലിറ്റർ ചിരട്ട മുകളിൽ വെച്ചിട്ടുണ്ട്. 5 പനയാണെങ്കിൽ 5ാമത്തെ കണ്ട് ചിരട്ട വെച്ചിട്ടുണ്ട്. 35 ലിറ്റർ കള്ള് ചെത്തിക്കൊണ്ട് ഷാപ്പിൽ കൊടുത്തു കഴിഞ്ഞാൽ ഈ അങ്ങോട്ട് ഒഴിച്ച് 5 ലിറ്റർ കള്ള് കുടിക്കാനെടുക്കും. പിന്നെ അതിങ്ങനെ ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ എനിക്ക് കള്ള് എടുക്കണമെന്ന് തോന്നിയില്ല, ഞാൻ കള്ള് എടുത്തില്ല. അപ്പോൾ എനിക്ക് വീടി വലിക്കണമെന്ന് തോന്നിയില്ല, വീടി വലിച്ചില്ല. പിന്നെ എനിക്ക് വലിക്കണമെന്ന് ജീവിതത്തിൽ തോന്നിയിട്ടില്ല. 28 വർഷം പൂർത്തിയായി. അതൊരു വലിയ മാറ്റമായിരുന്നു. വലിയ മാറ്റം. തലേ ദിവസം വരെ കണക്കിന് കള്ള് കുടിച്ചുകൊണ്ടിരുന്ന ആള് ഒരു ദിവസം പോലും ഒഴിവാക്കാം. അതെ, ഒരുപാട് പുകവലിച്ചുകൊണ്ടിരുന്ന ഈ ഒരു ശുശ്രൂഷയിൽ പങ്കെടുത്ത് വന്നതിന്റെ അന്ന് മുതൽ ധ്യാനം കൂടിയിട്ടില്ല, ധ്യാനത്തിൽ ഇരുന്നിട്ടില്ല, മദ്യപാനം മാറണമെന്ന് തോന്നുന്നില്ല. മദ്യപാനം മാറണമെന്ന് പ്രാർത്ഥിച്ചിട്ടില്ല, പുകവലി മാറണമെന്ന്, എൻ്റെ കുടുംബജീവിതത്തെ ഒന്നിച്ചു തരണമെന്നൊന്നും പ്രാർത്ഥിച്ചിട്ടില്ല. യേശുക്രിസ്തുവിൽ വിശ്വസിക്കാം. പക്ഷെ ഇതൊരു തുടക്കത്തിലൊരു അടയാളം അല്ലേ? അതായത് കള്ളു കുടിക്കാൻ തോന്നുന്നില്ല, പുകവലിക്കാൻ തോന്നുന്നില്ല. അതിനുശേഷം പിന്നെ ഞാൻ പിറ്റേ മാസം അവിടെ കുറേ ആൾക്കാരൊക്കെ ഇങ്ങനെ പോകുന്നവരൊക്കെ കൂട്ടി എല്ലാ മാസം ആൾക്കാർ ശ്രദ്ധിച്ചു. ആ സമയത്ത് കള്ളുകൂടി നിർത്തിയതൊക്കെ പിന്നെ ശ്രദ്ധിച്ചു. അതിനുശേഷം ഞാനൊരു 5.5 വർഷക്കാലം ആ ഷാപ്പിൽ തന്നെ ഒരു തുള്ളി കള്ളു കുടിക്കാൻ ചെത്തിയ മനുഷ്യനല്ലേ. ഇല്ലാമരക്കാരൊക്കെ എല്ലാവരും എന്നെ അറിയാം. പിറ്റേ മാസമായപ്പോൾ എനിക്ക് ഇങ്ങോട്ട് പോകണമെന്ന് തോന്നലായി, ഈ പോട്ടാശ്രമത്തിലേക്ക്. അപ്പോൾ അങ്ങനെ ആൾക്കാരെ കൊണ്ടുവന്നു. ഇപ്പോൾ 2ാമത്തെ മാസം ഇങ്ങനെ അപ്പോൾ ഈ വാചനത്തിലേക്ക് കുറച്ചുകൂടെ എനിക്ക് കേന്ദ്രീകരിക്കാൻ വരുക. അപ്പോൾ അച്ഛനെന്ന് പറഞ്ഞൊരു വാചനമാണ് യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം 3-ാം വാക്യം. വ്യഭിചാരത്തിന് പിടിക്കപ്പെട്ട സ്ത്രീയെ കല്ലെറിഞ്ഞു കൊണ്ടുവന്നു. മോശയുടെ നിയമത്തിൽ കല്ലെറിഞ്ഞു കൊണ്ടുവന്ന നിയമത്തിൽ നീ എന്ത് പറയും? അവൻ പറഞ്ഞു, നിങ്ങൾ പാപമില്ലാത്തവർ കല്ലെറിയട്ടെ. യേശു അവളോട് പറഞ്ഞൊരു വാക്ക് അച്ഛനിങ്ങനെ വ്യാഖ്യാനിച്ചു തന്നു. അതെന്നെ ഒത്തിരി സ്പർശിച്ചു. സ്ത്രീയെ നീ പോയിക്കൊള്ളുക, ഇനിമേൽ പാപം ചെയ്യരുത്. അപ്പോൾ അച്ഛനിങ്ങനെ കണ്ണടച്ചിരിക്കാൻ പറഞ്ഞ് കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് ഒരു പ്രാർത്ഥന നടത്തി. അന്നേക്ക് പറഞ്ഞു വെച്ച് ഞാനിങ്ങനെ കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ചപ്പോൾ അച്ഛൻ എന്നോട് തന്നെയായിട്ട് പറയാം, നീ മദ്യപിക്കുമ്പോഴും, നീ പുകവലിക്കുമ്പോഴും, നീ ചീട്ട് കളിക്കുമ്പോഴും, നിനക്ക് എഴുതാനും വായിക്കാൻ അറിയാൻ പാടില്ലാത്ത, നിന്നെ സ്നേഹിക്കുന്ന, നിന്നെ അംഗീകരിക്കുന്ന, നിന്നെ മനസ്സിലാക്കുന്ന, നിന്നെ കുറ്റപ്പെടുത്താത്ത ഒരു ദൈവമുണ്ട്. യേശുവാണെന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ഞാൻ അതിപ്പോഴും പറയുമ്പോൾ എൻ്റെ കണ്ണിൽ കൂടെ കണ്ണുനീര് വരും. അന്ന് ഞാൻ പൊട്ടിക്കരഞ്ഞു. അതായത് അതുവരെ ബ്രദർ മനസ്സിലാക്കി വെച്ചിരുന്നത് എന്നെ ആരും സ്നേഹിക്കുന്നില്ല, എനിക്ക് സൗന്ദര്യമില്ല, ശരിക്കും എനിക്കൊരു ജീവിതമില്ല എന്ന് ചിന്തിച്ച ഒരു മനുഷ്യനായിരുന്നു ഞാൻ. അന്നാണ് അച്ഛൻ്റെ അതരങ്ങളിലൂടെ ഇങ്ങനെ കേൾക്കുന്നത്. അതിനെ പിന്നെ അവിടെ എന്താ നടന്നതെന്ന് എനിക്കറിയില്ല. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരാൾ നിന്നെ സ്നേഹിക്കുന്നെന്ന് ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. അത് പറയുമ്പോൾ എപ്പോഴും എനിക്കിപ്പോഴും ശരിക്കും പറഞ്ഞാൽ ബ്രദറെ, ഇതാണ് വാസ്തവത്തിൽ സുവിശേഷം. ഈ ഒരു ഒറ്റ കാര്യം, ദൈവം നിന്നെ സ്നേഹിക്കുന്നു. നീ ഏതവസ്ഥയിലാണെങ്കിലും, എത്ര തകർന്നവനാണെങ്കിലും, എത്ര നശിച്ചു പോയവനാണെങ്കിലും, ദൈവത്തിന് നിന്നോടുള്ള സ്നേഹത്തിന് തരിമ്പും കുറവ് വന്നിട്ടില്ല എന്ന് പ്രഘോഷിക്കുന്ന, അതാണ് വാസ്തവത്തിൽ സുവിശേഷം. ഇതാണെന്ന് അച്ഛൻ പറഞ്ഞു. അത് കേട്ടപ്പോൾ കണ്ണു നിറഞ്ഞു. അന്ന് മുതൽ ഞാൻ ചിന്തിച്ചു, എന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ആത്മാവോടെ സ്നേഹിച്ച് അവൻ 1-ാം സ്ഥാനം കൊടുക്കുമ്പോൾ എൻ്റെ ജീവിതം അനുഗ്രഹമാവും. അന്ന് മുതൽ പിന്നെ എന്നെ ആര് സ്നേഹിച്ചില്ലെങ്കിലും, എൻ്റെ ഭാര്യ സ്നേഹിച്ചില്ലെങ്കിലും, മക്കൾ സ്നേഹിച്ചില്ല, ആര് സ്നേഹിച്ചില്ല, എനിക്ക് യാതൊരു ലോകത്തിൽ ആര് സ്നേഹിച്ചില്ലെങ്കിൽ യാതൊരു വിഷയമില്ല. കാരണം കർത്താവിൻ്റെ സ്നേഹം എൻ്റെ ഉള്ളിൽ നിറഞ്ഞു. അപ്പോൾ ഞാൻ ആ സ്നേഹം എൻ്റെ ഉള്ളിൽ നിറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, ആ സ്നേഹം നിറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ പ്രശ്നങ്ങളെല്ലാം, എൻ്റെ ഭാര്യയുടെ കുടുംബത്തിലെ പ്രശ്നങ്ങളെല്ലാം എൻ്റെ പ്രശ്നങ്ങളാണ്. എൻ്റെ പ്രശ്നം മാറുമ്പോൾ എൻ്റെ കുടുംബത്തിലെ പ്രശ്നം മാറും. അപ്പോൾ എനിക്ക് സ്നേഹിക്കണമെന്നുള്ള ഭയങ്കര ദാഹമായി. അങ്ങനെ ഞാൻ അവിടെ വണ്ടി കയറി വയനാട്ടിൽ ചെന്നു. ഭാര്യയും കുട്ടികളെ, അതായത് ഈ ഭാര്യയും മക്കളെയൊക്കെ ഉപേക്ഷിച്ച് തൊടുപുഴയിലേക്ക് പോകുന്ന ഒരു 5 വർഷത്തെ ഗ്യാപ്പ് ഉണ്ടായിരുന്നു അല്ലേ? 5 വർഷം, 93 മുതൽ 94 വരെ, ഒരു വർഷക്കാലം. ഓക്കെ. ആ ഒരു വർഷക്കാലത്തിനോടിടയിൽ ഭാര്യയും മക്കളെയും കാണുന്നൊന്നും തോന്നിയിട്ടില്ല. പക്ഷെ ധ്യാനം കൂടി കഴിഞ്ഞപ്പോൾ ഈ ഒരു അഭിഷേകമൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ പാപിനിയായ സ്ത്രീയുടെ കുറവുകളെ യേശു സ്നേഹം കൊണ്ട് പൊതിഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു സമയം, മനുഷ്യൻ്റെ സ്നേഹം പാപത്തിലേക്ക് നയിക്കുന്നു, ദൈവത്തിൻ്റെ സ്നേഹം പാപങ്ങളെ മറയ്ക്കുന്നു. ഇപ്പോഴാണ് പറയാൻ 1 പത്രോസ് 4:8 അത് പറഞ്ഞിട്ടുണ്ട്, സ്നേഹം നിരവധിയായ പാപങ്ങളെ മറയ്ക്കുന്നു. അപ്പോൾ എൻ്റെ എല്ലാ പാപം എന്ത് ചെയ്തു? ദൈവം സ്നേഹം കൊണ്ട് പരിഗണിച്ചില്ല, മറച്ചു കളഞ്ഞു. നമ്മളെ കൊണ്ട് പരിഹാരമൊന്നും ചെയ്തില്ല, ഒരു പരിഹാരത്തിനും പോയിട്ടില്ല. അങ്ങനെ ഒന്നും പറഞ്ഞില്ല. നിന്റെ പാപത്തിന് നീ പരിഹാരം ഒന്നും പറഞ്ഞു, നീ പ്രായച്ചിത്തം ചെയ്യിപ്പിക്കണം. ഒരു കാര്യം പറഞ്ഞുള്ളൂ,
സ്ത്രീയെ നീ പോയിക്കൊള്ളുക. അപ്പൊ നിന്നോടും പറയാനുള്ളൂ, നീ ഒരുപാട് പാപങ്ങൾ ചെയ്തിട്ടുണ്ടാകും പറഞ്ഞിട്ടുള്ളൂ, ഇനിമേൽ ചെയ്യരുത്. അപ്പൊ എനിക്ക് തോന്നി ഇനിമേലും മദ്യപിക്കരുത്. കാലങ്ങളിലൊക്കെ ചെയ്തതിന് നീ പരിഹാരം ചെയ്യണമെന്ന് നമ്മൾ പരിഹാരം ചെയ്ത് ഒന്നും ചെയ്തില്ല, വിശ്വസിച്ചു. അതാണ് വിശ്വസിച്ചു. എന്റെ കർത്താവ് എന്നെ സ്നേഹിക്കുന്നു, ഞാൻ എത്ര മഹാഭാവിയാണെങ്കിലും എന്റെ ദൈവം എന്നെ സ്നേഹിക്കുന്നു. ആ ഒരൊറ്റ വാക്ക്, ഞാൻ ഏത് അവസ്ഥയിലായിരിക്കുന്നു ആ അവസ്ഥ ആദ്യം അംഗീകരിച്ചുകൊണ്ടാണ് സ്നേഹിക്കുന്നത്. ആ ഒരൊറ്റ വാക്ക്, അതാണ് സുവിശേഷം. അത് കേട്ടപ്പോ കണ്ണു നിറഞ്ഞു. പിന്നെ സ്നേഹിക്കണമെന്നുള്ള സ്നേഹം അനുഭവിച്ചു. അപ്പൊ പിന്നീട് സ്നേഹിക്കണമെന്നുള്ളൊരു, ഈശോ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കണമെന്നുള്ളൊരു ഭയങ്കര ദാഹമായി. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഭാര്യ മക്കളെ കണ്ടു. ഭാര്യ മക്കളെ കൂട്ടി അവരെ സ്നേഹിക്കാൻ പറ്റുള്ളൂ ഓൾറെഡി. പിന്നെ ഭാര്യ മക്കളെ കൂട്ടിക്കൊണ്ട് വന്നു, നേരെ വണ്ടി വിട്ടു. വണ്ടി വിട്ട് കൊണ്ടുവന്നു. അവരോട് പറഞ്ഞു ഞാനിങ്ങനെ ഇതൊക്കെ നിർത്തി. അപ്പൊ അവർ പെട്ടെന്ന് ഞാൻ വരുമെന്ന്. അല്ലല്ല, അവർക്കൊന്നും മനസ്സിലായില്ല. ഞാനെങ്ങനെ രക്ഷപ്പെട്ടാൽ മതി എന്നായിരുന്നു ഭാര്യയുടെ. പക്ഷെ ഞാൻ തിരിച്ചു വരുമെന്ന് ഭാര്യയുടെ മനസ്സിലുണ്ടായിരുന്നു. എന്നെങ്കിലും തിരിച്ചു വരും കാത്തിരുന്നു പുള്ളി. ഒത്തിരി ഞാനിങ്ങനെ വിവാഹം കഴിച്ചെങ്കിൽ വീട്ടിലൊക്കെ ഒത്തിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും പുള്ളിക്കാരി കാത്തിരുന്നു. കാരണം ഞാൻ തിരിച്ചു വരും, എവിടെ പോയാലും തിരിച്ചു വരും എന്നുള്ളൊരു ഇതിലിരുന്നു. ഇത്രയും ഒരു വലിയ മാറ്റത്തോടു കൂടിയാണ് ഭാര്യയുടെ ജീവിതത്തിലേക്ക് രണ്ടാം വരവ്. അപ്പൊ അങ്ങനെ രണ്ടാം വരവ് കൂട്ടിക്കൊണ്ട് വന്ന് ഇപ്പൊ 28 വർഷമായി. ഇതുവരെ പുള്ളിക്കാരത്തിന്റെ പ്രതികരണം എങ്ങനെയായിരുന്നു ആ സമയത്ത്? ആ സമയത്ത് പുള്ളിക്കാരി, ഞാനിത് മാറ്റി കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്കാരിക്ക് ഭയങ്കര ഇതായിരുന്നു. വിശ്വാസത്തിന്റെ ബേസ് ഒന്നും വന്നില്ല, കാരണം ഞാനൊന്നും കൂടിയിട്ടില്ലല്ലോ. അപ്പൊ ഞാൻ കൂട്ടിക്കൊണ്ട് വന്ന് താമസം തുടങ്ങി. തിരിച്ച് ഇങ്ങോട്ട് വെള്ളിയാമറ്റത്ത് കൊണ്ടുവന്നു. അപ്പനമ്മയുടെ കൂടെ താമസം തുടങ്ങി. അത് ഞാൻ എല്ലാ മാസവും പോട്ടെ ആശ്രമത്തിൽ പോകും. എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോകാൻ തുടങ്ങി. വ്യത്യസ്തമായ രീതിയിൽ വെള്ളിയാമറ്റ സെന്റ് ജോർജ് ദേവാലയത്തിൽ പോകാൻ തുടങ്ങി. കാരണം കിട്ടിയ വിശ്വാസത്തിൽ അടിയുറയ്ക്കുവാണ്. അപ്പോൾ ആ വിശുദ്ധ കുർബാന ഞാൻ എല്ലാ ഞായറാഴ്ചയും പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ എല്ലാവരും വിശുദ്ധ കുർബാന സ്വീകരിച്ചു പോകുമ്പോൾ എനിക്ക് സ്വീകരിക്കാൻ പറ്റാത്തൊരു വിഷമം എന്നെ മനസ്സിലായി. അപ്പോൾ ഞാനിങ്ങനെ ജനൻ്റെ മാടി വന്ന് കരയും. ഈശോയെ എനിക്ക് ഇന്ന് സ്വീകരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. സഭയിലേക്ക് വന്നത് എൻ്റെ ഭാര്യയ്ക്ക് വിശ്വാസമില്ല, മക്കൾക്ക് വിശ്വാസമില്ല. പിന്നെ എൻ്റെ പ്രാർത്ഥന ശൈലി മാറ്റി ഞാൻ പറഞ്ഞു, കർത്താവ് എനിക്ക് വിശ്വാസം തന്ന കർത്താവേ, എൻ്റെ ഭാര്യയ്ക്കും മക്കൾക്ക് നീ വിശ്വാസം കൊടുക്കണം. അങ്ങനെ 3 വർഷം വിശുദ്ധ കുർബാന അർപ്പിച്ച് ചെത്താൻ പോകും. വിശുദ്ധ കുർബാന ഭാര്യയ്ക്കും മക്കളുടെ വിശ്വാസത്തിന് വേണ്ടി കാഴ്ചവെക്കാൻ തുടങ്ങി. അന്നാണ് ഈ വിശുദ്ധ കുർബാന ശക്തി കർത്താവ് എനിക്ക് മനസ്സിലാക്കി തന്നത്. പിന്നെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ വിശുദ്ധ കുർബാനയിൽ നിൽക്കുമ്പോൾ ഈശോ ചില കാര്യങ്ങൾ എന്നോട് പറയാറുണ്ട്. മോനെ, നീ എത്രമാത്രം സഭയിൽ വിശ്വസിക്കുന്നോ അത്രമാത്രം നീ എന്നിൽ വിശ്വാസത്തിൽ വളരും. അപ്പോൾ സഭയുടെ വിശ്വാസത്തിൽ ചേർന്ന് ഒരു പോകണമെന്നുള്ള ചിന്ത മനസ്സിലേക്ക് വന്നു. ആ കാലം മുതലേ ഞാൻ ഈ സഭയുടെ വിശ്വാസത്തെക്കുറിച്ചൊക്കെ കൂടുതൽ പഠിക്കാൻ തുടങ്ങി. ഇപ്പം എൻ്റെ വീട്ടിലാണെങ്കിൽ കത്തോലിക്ക മതബോധനഗ്രന്ഥമുണ്ട്, 2-ാം വത്തിക്കാന പ്രമാണരേഖയുണ്ട്, യൂത്ത് യുവജന ബന്ധമുണ്ട്, ചാക്രി ലേഖനങ്ങളുണ്ട്. അപ്പം സഭയുടെ വിശ്വാസത്തിലേക്ക് കുറച്ചുകൂടി ആഴപ്പെടാൻ തുടങ്ങി. അപ്പോൾ പോട്ടയാസം ഒന്ന് ഭയങ്കര ജനം രോഗശാന്തി കൺവെൻഷനാണ്. അപ്പോൾ ഇങ്ങനെ രാവിലെ മുതൽ വേറെ ഒന്നും പ്രാർത്ഥിക്കുന്നതാണ്, കർത്താവേ എൻ്റെ ഭാര്യ നീ പേര് ചൊല്ലി വിളിക്കണം, അവളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണം. നീ പേര് ചൊല്ലി വിളിക്കുന്ന ദൈവമാണല്ലോ. ഇന്നാണെങ്കിൽ നമുക്ക് പറയാം, ഏശ 49-16 എഴുതി വെച്ചിട്ടുണ്ട്. അന്നൊന്നും അറിയത്തില്ല. നീ സക്യോസിനെ പേര് ചൊല്ലി വിളിച്ചു, എനിക്ക് വിശ്വാസം തന്നു, അവിടെ ഈശോ നിന്നെ സ്വീകരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഞാൻ കരങ്ങളൂരത്ത് ഇങ്ങനെ സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഓരോ സമയത്ത് നായിക്ക് പ്രമിച്ച ഏരിക്കുട്ടി എന്ന് പറഞ്ഞ സഹോദരി നടുവിൻ്റെ വേദന മാറി. അന്നക്കുട്ടി നേരെ സാരി എടുത്ത് സ്റ്റേജിലേക്ക് കയറി വരുന്നു. ഞാൻ എൻ്റെ ഭാര്യയുടെ വിളിക്കുന്നില്ല. ഞാൻ നീ അവസാനമായിരിക്കും. 3 മണി സമയത്ത് ആരാധന സമയത്ത് അച്ഛൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, തങ്കമണി എന്ന് പറഞ്ഞ സഹോദര ഗർഭപാത്രത്തെ അസുഖം കർത്താവ് എടുത്ത് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞിരിക്കുന്നു. ശരിക്കും ഞാൻ അവിടെ നിന്ന് പൊട്ടി കരഞ്ഞു. കാരണം ഈശോയുടെ സ്പർശനം ഉണ്ടാകുമ്പോൾ പേര് ചൊല്ലി വിളിക്കണമെന്ന് പറഞ്ഞാൽ പേര് ചൊല്ലി വിളിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു എനിക്ക് മനസ്സിലായി. ഈശോ തൊട്ടു. ഞങ്ങൾ തിരിച്ചു പോരുവാണ്. തങ്കമണിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായോ? തങ്കമണി ചാലക്കുടിയിലൊക്കെ വണ്ടിയിലായപ്പോൾ അടുത്തുള്ള ചേച്ചിമാർക്കൊക്കെ അറിയാമായിരുന്നു തങ്കമണിക്ക് ഇങ്ങനെ ഉണ്ടെന്നുള്ളത്. അപ്പം ഞാൻ അവരോടും പറഞ്ഞിരുന്നു, നിങ്ങളും കൂടി പ്രാർത്ഥിച്ചോണം കേട്ടോ, തങ്കമണിയൊക്കെ ഒന്ന് വരാൻ എന്ന് അവർ പ്രാർത്ഥിച്ചോളാം എന്ന് പറഞ്ഞു. അപ്പോൾ തങ്കമണി ചാലക്കുടി കഴിഞ്ഞപ്പോൾ ചേച്ചിമാർ ചോദിച്ചു, തങ്കമണിയുടെ അസുഖമാണോ കർത്താവ് എടുത്ത് മാറ്റി? ഉടനെ തങ്കമണി പറയാം, അവിടെ 10-20,000 പേര് നിൽക്കും, അവിടെ എത്ര തങ്കമണി പേര് കാണുന്നു? അത് ശരി. കാരണം പേര് ചൊല്ലി വിളിച്ചിട്ട് പോലും തങ്കമണിക്ക് വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ യോഹന്നാൻ്റെ സുവിശേഷം 20-27 കർത്താവ് തോമാസോട് പറഞ്ഞൊരു വാക്കുണ്ട്, നീ അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. പക്ഷെ ഞാൻ 100% വിശ്വസിച്ചു അതെൻ്റെ ഭാര്യ തന്നെയാണെന്ന്. അതെന്റെ ഭാര്യ തന്നെയാണ്. എനിക്ക് വിശ്വാസമായി. വേറെ തങ്കമണി എൻ്റെ ഭാര്യ തങ്കമണിയാണ് കർത്താവ് തൊട്ടത്. ഞാനങ്ങ് വിശ്വസിച്ചു. ഇവരൊക്കെ ഇന്ന് ചിരിച്ചു, ഞാനും അങ്ങ് ചിരിച്ചു. ആഴ്ചയിൽ 300 മരുന്ന് വേണം. വേണ്ട ഒരു 900 രൂപ മരുന്ന് മാസം കഴിക്കണം. അതിന് മരുന്ന് കഴിച്ച് ബ്ലഡൊക്കെ ഉണ്ടായതിന് അതിനുശേഷം അത് എടുത്ത് കളയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിരിക്കുക. ഏതായാലും ഞങ്ങൾ 3 ദിവസം കഴിഞ്ഞ് ചെക്കപ്പിന് ചെയ്തപ്പം രാമൻ എന്ന് പറഞ്ഞൊരു ഡോക്ടറാണ്, ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ ഡോക്ടറാണ്, സർജൻ ചികിത്സിക്കുന്നത്. അപ്പോൾ ഈ ഡോക്ടർ പറയാണ്,
നിങ്ങൾക്ക് എന്തോ വലിയ ദൈവാനുഗ്രഹമുണ്ട്, തങ്കമണിയുടെ യൂട്രസ് മുഴയില്ല, ഇനി മരുന്നേ കഴിക്കണ്ട. അത് ശരി. അപ്പോൾ അന്ന് അച്ഛൻ പറഞ്ഞത് കൃത്യമായിരുന്നു. കൃത്യം കാരണം ഓക്കെ അല്ലേ. അപ്പം ആര്യ എൻ്റെ മുഖത്ത് തങ്കമണിക്ക് വിശ്വാസം. തങ്കമണി എന്നോട് പറഞ്ഞു, ചേട്ടാ നമുക്ക് മാമോദീസ പോകാം. ഓ ശരി. അന്ന് നായകപ്രഭുലച്ചൻ ഇത് പറഞ്ഞപ്പോൾ വിശ്വാസമായില്ല. പക്ഷേ രാമൻ ഡോക്ടർ വിശ്വാസമായി. കാരണം സ്ഥിരീകരിച്ചല്ലോ, കാരണം ആ മെസ്സേജ് സ്ഥിരീകരിച്ചില്ലേ, ഇല്ലാന്ന് വന്ന്. അപ്പം എന്നോട് പറഞ്ഞു നമുക്ക് മാമോദീസ മുങ്ങാം. അങ്ങനെയാണ് ഞാനും ഭാര്യയും 2 പിള്ളേരും പിള്ളേരടുത്ത് വേദപാഠം പഠിപ്പിക്കുന്നു. അതെന്നായിരുന്നു മാമോദീസ മുങ്ങിയ? 1997 ഫെബ്രുവരി മാസം 8-ാം തീയതി. 1997 ഫെബ്രുവരി മാസം 8-ാം തീയതി ഭാര്യയും മക്കളും എല്ലാം കൂടെ ഒരുമിച്ച് വിവാഹം കഴിച്ച് പള്ളി വെച്ച് ഞാൻ മാല താലിയിലൊന്നും എനിക്ക് വിശ്വാസമുള്ള ആളല്ലായിരുന്നു. അന്നാണ് ഒരു മുക്കാപ്പാവന്റെ മാല മേടിച്ച് താലിയൊക്കെ മേടിച്ച് പള്ളി വെച്ച് ജീവിതത്തിന്റെ 2ാം ഘട്ടം ആരംഭിക്കുകയാണ്. പുതിയ ജീവിതം ആരംഭിക്കുകയാണ്. ക്രൈസ്തവ വിശ്വാസ ജീവിതം ആരംഭിക്കുക. വളരെ സംഭവബഹുലമാണ് അങ്ങയുടെ അനുഭവങ്ങൾ. അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ ഇനി ഇതിൻ്റെ 2ാം ഭാഗം പറയാം. അതുവരെ നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി അവർ വെയിറ്റ് ചെയ്യട്ടെ, പ്രാർത്ഥനയിലായിരിക്കാം. ഓക്കെ.